ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ചിക്കൻ ഇതായിരിക്കുന്നു, കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഞാൻ കുറച്ച് ലിവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടി. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പാസ്ത ഉണ്ടാക്കലാണ്. അത് മൂക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടിട്ടായിരിക്കട്ടെ എൻ്റെ പണികളൊക്കെ ചെയ്യുക. ഇന്ന് ഞാൻ കല്യാണരാമനാണ് കാണുന്നത് കേട്ടോ. ഞാൻ വാങ്ങിച്ച പുതിയ കാസ്റ്റ് അയൺ ചട്ടിയാണ് കേട്ടോ. ഇന്ന് ഉദ്ഘാടനമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി അതിലുണ്ടാക്കാം. ഇതുപോലെ ഉള്ളി ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാത്ത ആളുകളുണ്ടോ? എനിക്ക് ഉള്ളി കട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ടാസ്ക്കുള്ള ഒരു പണിയാണ് കേട്ടോ. ഒരു ഉള്ളി കട്ട് ചെയ്യുന്നതാ ഇത്രയും വലിയ എക്സ്പ്രഷൻ ഇടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉള്ളി അരിയാറ്. അപ്പം നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിതിന് മുന്നേ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത് സക്സസ്ഫുൾ ആയ എണ്ണ ചെയ്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഇതേപോലെ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മസാലയിലേക്ക് ചിക്കൻ ഇട്ട് ഇതുപോലെ ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി കുറച്ച് ഗരം മസാല ഇടുക. ഞാനിതിലേക്ക് കുറച്ച് ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ചപ്പാത്തി ആയാലോ? അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക്. ഇനി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ് ആണ് കേട്ടോ ഇനി പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിന്നർ ഇന്ന് എന്തായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.